സഹോദരന്മാരെ, ഇന്നലെ വളരെ ഒരു വിഷമം തോന്നുന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. ഒരു മദ്രസ അധ്യാപകൻ, കാസർഗോഡ് മംഗലാപുരത്തിനടുത്തുള്ള ഒരു മദ്രസ അധ്യാപകൻ ആത്മഹത്യ ചെയ്ത്, അദ്ദേഹം രാവിലെ സുബഹി നിസ്കരിച്ച് അദ്ദേഹത്തിന്റെ സ്കൂട്ടി കൊടുത്ത് ആ സ്കൂട്ടി ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച്, റോഡുമേൽ വെച്ച് പാലത്തിന്റെ താഴേക്ക് അങ്ങ് ചാടി ആത്മഹത്യ ചെയ്ത്. അതിന് കാരണമായിട്ട് പറയുന്നത്, അദ്ദേഹം ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് പോരും, 6 ലക്ഷം റുപ്യാറ്റോ. അദ്ദേഹം ഇത് അടച്ചുകൊണ്ടേയിരുന്നു, എന്നിട്ടും ആ ലോണിന് ഒരു ശമനവും ഇല്ല. അതിൽ മനം തോന്നിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു അല്ല അതിന്റെ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നത്. ഏതായാലും സഹോദരന്മാരെ, നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് കടബാധ്യതയായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിലായിക്കോട്ടെ പോയിട്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നിങ്ങളെ ഭാര്യയുണ്ട്, നിങ്ങളെ മക്കളുണ്ട്, നിങ്ങളെ കുടുംബങ്ങളുണ്ട്. അവരെത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾ മരിച്ച് നിങ്ങളങ്ങ് പോയി. ഇപ്പൊ ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്ത് ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബക്കാർ, ഞാനുമായി സഹകരിക്കുന്നവർക്ക് എത്രമാത്രം വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം. അതുകൊണ്ട് ഇതൊരു സ്വാഭാവികപരമായ ഒരു ഇതാണ് എന്ന് അന്നേരം ഉണ്ടാകുന്ന രീതിയിൽ എന്തിനാ അതിന് ജീവിച്ചിട്ട് കാര്യമില്ലാലോ എന്ന് തോന്നിയിട്ട് പോയിട്ട് വേഗം ആത്മഹത്യ ചെയ്യും. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ, ഇപ്പൊ ഈ അടുത്തായിട്ട് ഈ 2026 ഈ 2-3 മാസങ്ങൾക്കിടയിൽ എത്രമാത്രം വ്യക്തികളാണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ റിയാദിൽ ഒരു ചെറുപ്പക്കാരൻ, എന്ത് ചൊങ്കുള്ള ചെറുപ്പക്കാരനാണ്, ആ ചെറുപ്പക്കാരന്റെ കല്യാണം നിശ്ചയിച്ചതാ പോലും. അതേപോലെ അദ്ദേഹം സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചിട്ട് വരും. അങ്ങനത്തെ ഒരുത്തരാണ് റിയാദിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കെട്ടിത്തൂങ്ങി മരിച്ചത്. അതേപോലെ 2 ദിവസം മുമ്പ് ദുബൈയിൽ അജ്മാനിൽ ഒരു ചെറുപ്പക്കാരന് എന്ത് ചെയ്ത് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട് പോലും അവിടെ. ഇപ്പുറത്തെ റൂമിൽ എന്ത് ചെയ്ത് കെട്ടിത്തൂങ്ങി മരിച്ചു പോലും. സാമ്പത്തികം തന്നെ. ഇതാണ് അവസ്ഥ. ഇങ്ങനെ പലരും. അതേപോലെ കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ നാട്ടിൽ ഇരിട്ടിയിൽ പാലത്തിന് മേലെ ഒരു സ്ത്രീ താഴേക്ക് തുള്ളി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതേപോലെ കാസർഗോഡ് കുറെ പെൺകുട്ടികൾ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് 2-3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത്. ഇങ്ങനെ ഓരോ ദിവസവും എത്രമാത്രം വാർത്തകളാണ് നിങ്ങളെ കേൾക്കുന്നു. ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഇതിനെതിരെ ഒരു ജാഗ്രത എല്ലാവരും പുലർത്തേണ്ടതല്ലേ. ഈ ആത്മഹത്യനെ കുറിച്ചിട്ട് കൃത്യമായ ബോധവൽക്കരണം നടത്തി അവർക്ക് ഓരോരുത്തർക്കും ചെറിയൊരു വിഷമം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആത്മഹത്യയിലേക്ക് പോകരുത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ക്ലാസുകൾ കൊടുത്ത് അല്ലെങ്കിൽ അതിനുള്ള മോട്ടിഫിക്കേഷൻ കൊടുത്ത് അവരെ ഇവിടെ നമ്മളെ കൂട്ടത്തിൽ തന്നെ നിലനിർത്തേണ്ടതല്ലേ. അതേപോലെ ഈ ജീവിച്ചിരിക്കുന്നവർ പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ചില ആൾക്കാരെന്ന് വെച്ചാൽ അഭിമാനം വിട്ടിട്ട് ഒരു കളിയുമില്ല. അഭിമാനത്തിന് ചെറിയൊരു ശതം ഏൽക്കുമ്പോഴത്തേക്ക് ആത്മഹത്യയെക്കുറിച്ച് ഓർമ്മിക്കുക. ഒരു കാരണവശാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ ആത്മഹത്യത്തിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ആത്മഹത്യത്തെ കുറിച്ചിട്ട് ഒരു പ്രാവശ്യം ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ചെറിയൊരു വിഷയം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മളെ അത് വലിച്ചുകൊണ്ട് പോകും. അതിന് ഉദാഹരണമോ, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മദ്യപാനം നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അപ്പുറത്തുനിന്ന് മദ്യപിക്കുന്ന കാണുമ്പോൾ നമ്മളെ അങ്ങേക്ക് ആകർഷിക്കും. നമുക്ക് പോയിട്ടൊന്ന് കുടിച്ചാലാ. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന സമയത്ത് നമ്മളെ അങ്ങോട്ട് വലിക്കും, കാന്തം പോലെ വലിക്കും. ഇത് കാരണം നമ്മളെ രക്തത്തിൽ ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് അതിന്റെ ഇതെന്ത് ചെയ്യും, നമ്മളെ എഫക്റ്റ് അങ്ങോട്ടേക്ക് വലിക്കും. 1-2 പുക എടുത്താലാന്നുള്ള ചിന്ത നമുക്ക് വരും. അന്നേരം നമ്മളെന്ത് ചെയ്യും, വീണ്ടും വലിക്കും. അതേപോലെ തന്നെയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുക, മരിച്ചു കളിയാപ്പ, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ തമാശക്കായിരിക്കും. തമാശക്ക് പോലും അത് പറയുക, നിങ്ങൾ പോയിട്ട് മരിച്ചളാ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത് പറയാൻ പാടില്ല. നീ പോയിട്ട് ചാകടാ. സ്വാഭാവികമായിട്ട് പലരും പറയുന്നത്, നീ പോയിട്ട് ചത്തുകൂടെ, എനിക്ക് പോയിട്ട് ചത്തുകൂടെ, അങ്ങനെ പറയാൻ പാടില്ല. ഈ ആത്മഹത്യ അതിലേക്കാണ് പ്രചോദനം നൽകുക. ഈ കാന്തോ ഇരുമ്പും പോലെയാ. നമ്മൾ ഒരിക്കൽ ഇതിങ്ങനെ മനസ്സിൽ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മളെ അതിലേക്ക് വലിച്ചെടുക്കും. അതാണ് ഈ ആത്മഹത്യന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം ചിന്തിക്കുകയേ ചെയ്യരുത്. അത് വളരെ പാപമാണ്. പാപം മാത്രമല്ല, നമ്മൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുടുംബം, നമ്മളെ മക്കൾ കാലാകാലം വരെ ഇതന്നെ പറയും, പണ്ട് തൂങ്ങി മരിച്ച അസന്റെ മോന് അല്ലെങ്കിൽ കാതറിന്റെ മോൻ ഇതാന്ന് പറയുക, അല്ലെങ്കിൽ കാതറിന്റെ പണ്ട് വിഷം കുടിച്ച് മരിച്ച അസന്റെ മോളമോനാണ്. ഇതിങ്ങനെ താപിയായിട്ട് ഇങ്ങനെ പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു പ്രശ്നവും ദുനിയാവിലില്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വരെ ചർച്ച ചെയ്തിട്ട് പരിഹരിക്കുന്നു. വിഷമങ്ങൾ പരസ്പരം പറയുക. ചിലപ്പോൾ ഈ വിഷമങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുള്ള രീതിയിലായിരിക്കും. എന്നാൽ നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങൾ കുറേ അങ്ങ് പോയി കിട്ടും. എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുക, വെറുതെ നമ്മളെ വിഷമങ്ങൾ ഫുള്ളായിട്ട് നമ്മളെ മനസ്സിൽ വെച്ച് നമ്മളെ കടബാധ്യത നാട്ടുകാർ അറിഞ്ഞാലെന്നാ ഒന്നും സംഭവിക്കാനില്ല. അറിഞ്ഞോട്ട് അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ നമുക്ക് കടബാധ്യതയുള്ള നമ്മളെ കുടുംബക്കാർ അറിഞ്ഞാലെന്നാ അവരേതായാലും വീട്ടില്ല, നമ്മൾ തന്നെയാ വീടുണ്ട്, അവരറിഞ്ഞാലെന്നാ ഒന്നും ചിന്തിക്കരുത്. നല്ല ആത്മധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം ഓരോരുത്തരും. ഈ ആത്മഹത്യയെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത സുഹൃത്ത് ഇതേപോലെ ചെറിയൊരു കടബാധ്യതയുള്ളൂ, അത് തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമുള്ളൂ. പക്ഷെ ഓനത് ചിന്തിച്ചിട്ടില്ല. ഓനും ഇതേപോലെ ആത്മാഭിമാനം
നല്ല ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണ്. പാട്ടെന്നാ വേണ്ട അന്റെ പ്രായമുള്ളൂ, പറഞ്ഞിട്ടെന്നാ വേണ്ട ഓനും മരണപ്പെട്ടു. ഇതിലെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളണം. ഇങ്ങനെയുള്ള വിഷമം ബുദ്ധിമുട്ടും വരുന്നവരെ എന്ത് ചെയ്യുക, നല്ല സന്തോഷ വാക്കുകൾ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, നിലനിർത്താൻ വേണ്ടിയിട്ട് നോക്കണമെന്ന് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ്.